ഗായ്സ് എപ്പോഴും ഇങ്ങനെ നോമ്പിന്റെ മാത്രം വീഡിയോ ഇടുന്നത് ഒരു ഇതായിട്ട് തോന്നിയിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇന്നലെ മുമ്പ് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഇതാണ് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് സാധനം, ഇതാണ്. അപ്പം ഇതിനകത്തുനിന്നുള്ള ഒരു ബോട്ടിലാണിത്. ഇതാണ് ഒരു സ്കിൻ ഓയിലാണേ, കാണാൻ പറ്റും. ഇതൊരു സ്കിൻ ഓയിലാണ്. ഈ ഓയിൽ എന്ന് പറയുമ്പം ഒരു ബ്രൗണിഷ് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രൗണിഷ് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും ഓയിലി സ്കിന്നുള്ളവർ ഇത് യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം അവരുടെ സ്കിൻ ഒന്നും കൂടി ഓയിലായിട്ടേ ഉള്ളൂ. ഇത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് മസാജ് ചെയ്യണം നല്ലപോലെ. ഇതിപ്പം കുളിക്കുന്നതിന് മുമ്പ് വേണം. അപ്പം ഞാൻ ഇന്ന് എണ്ണയൊക്കെ വെച്ചുകൊണ്ട് രാത്രി കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുളിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലായി, മുഖമൊക്കെ കഴുകി ആ ഒരു നനവോടുകൂടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് ശേഷം ഞാൻ ചെയ്യുന്നതാണ് സ്ക്രബ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഡീറ്റാൻ്റെ ഒരു സ്ക്രബാണിത്. നല്ലൊരു സ്ക്രബാണ്. കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും എത്ര നാളുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ പാക്കറ്റാണിത്. ആ സ്ക്രബ് എടുത്തിട്ട് നമ്മൾ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കണേ. മുടി വയ്ക്കുന്ന മുഖത്ത് തേച്ച് കൊടുത്തിട്ട് ഈ കുരുവൊക്കെ കാണത്തില്ലേ, അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ഇതിന് ശേഷം പിന്നെ ഉള്ളതെന്ന് പറയുമ്പം ഇനി കുളിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. കാരണം ഞാനിന്ന് മുടിക്കകത്ത് എണ്ണ വെച്ചിട്ടുണ്ട്. ആ എണ്ണ കഴുകി തേച്ച് കഴിയണം. കാരണം ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഈ ഓയിലി സ്കിന്നുള്ളവർ ആഴ്ചയിൽ ഒരു വട്ടം എണ്ണ വെച്ചിട്ട് ആ എണ്ണ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 വട്ടം എണ്ണ വെച്ചിട്ട് ആ എണ്ണ വെക്കുന്ന ദിവസം 1 മണിക്കൂർ മാത്രമേ നിങ്ങൾ തലയിൽ എണ്ണ വെക്കാവുള്ളൂ. അതിനുശേഷം ആ എണ്ണ തേച്ച് കഴുകി കളയണം. കാരണം ഓയിലി സ്കിന്നുള്ളവരുടെ മുഖത്ത് നിറച്ച് കുരു വരും. കാരണം ഞാൻ ഈ ഇടയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ നല്ലപോലെ എണ്ണ വെച്ച് അങ്ങനെ തേച്ചൊന്നും കഴുകാതെ 2-3 ദിവസം ഇങ്ങനെ എണ്ണ വെച്ചുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ മുഖത്ത് നിറയെ കുരുവായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ് ക്ലീനപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്റ്റാഫാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ളത്. അപ്പം നിങ്ങൾ ഒരിക്കലും ഈ കാര്യം ഇങ്ങനെ ചെയ്യാവുള്ള, മറ്റേ രീതി നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പം നിങ്ങൾ പറയണം എൻ്റെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ഇനി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് കഴിഞ്ഞു. അപ്പോൾ രാത്രിത്തെ വീഡിയോ ഉണ്ട്. ഞാൻ രാത്രി ചെയ്യുന്ന സ്കിൻ കെയർ ആണ് ഈ കാണിക്കുന്നതെല്ലാം. അതിനുശേഷം വേണ്ട, ഇതാണ് ഞാൻ രാത്രി ഉപയോഗിക്കുന്ന ഒരു സിറം. ഇത് തലയിൽ തേക്കുന്നതാണ്. ഇത് ഗ്ലൂക്കാത്തോണിൻ്റെ ഒരു സിറമാണ്. ആ സിറം തീർന്നു കഴിഞ്ഞപ്പം കുപ്പിക്കകത്തോട് ഞാൻ ഇത് വയ്ക്കാറുണ്ട്. ഇത് നമ്മൾ ഓരോ മുടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തലയിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗൈസ് ഞാൻ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഇന്ന് രാത്രി ഞാൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അടപ്പ് കളഞ്ഞേ, ഇതിനകത്തൊന്നും എഴുതിയേക്കുന്നവനും കാണാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയാത്തത്. അതൊക്കെ നമ്മൾ എന്നും ലിപ് ബാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ മുഖവും കഴുത്തും എല്ലാം നമ്മൾ നല്ല രീതിയിൽ നോക്കും. നമ്മുടെ ചുണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ നോക്കാറില്ല. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമ്മുടെ ചുണ്ട് നോക്കണം, നമ്മുടെ മുഖം നോക്കണം, നമ്മുടെ കൈ നോക്കണം, എല്ലാം നല്ല രീതിയിൽ നോക്കണം. ഇപ്പം തന്നെ ഞാനാണെങ്കിലും മുഖവും കഴുത്തും എല്ലാം നല്ലപോലെ നോക്കും. പക്ഷെ കൈയൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. വെയിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഷാൾ എടുത്ത് മുഖത്തോ അല്ലെങ്കിൽ കുട പിടിക്കുന്നത് അങ്ങനെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ബോഡി ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം കേട്ടോ. കെയർ ചെയ്യണം, നല്ലപോലെ നമ്മൾ കെയർ ചെയ്ത് നമ്മൾ സൂക്ഷിക്കണം. അതിനുശേഷം ഞാൻ വേണ്ട ഈ ഡെർമാഡോക്കിൻ്റെ 10% നയാസിനമൈഡാണ്. ഇതൊരു പെട്ടെന്ന് വൈറലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനിപ്പം റീസെൻ്റായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ യൂസ് ചെയ്യാൻ. കാരണം ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്ക് അനിയത്തി കയറി വന്നിട്ട് ശല്യപ്പെടുത്തും ഗൈസ്, വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ എന്താണ് ഗൈസ്, അപ്പോൾ ഇതാണ് ആ സിറം. അപ്പോൾ നിങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും സിറം അതിൻ്റെ തീരാറായി ഗൈസ്. അപ്പോൾ 3 ഇതായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് നല്ലൊരു സിറമാണ് ഗൈസ് കേട്ടോ. ഇപ്പോഴും എൻ്റെ സ്കിന്നിൽ ഒരു മാറ്റമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ നേരത്തെ ഏതാക്കുന്ന സ്കിൻ കെയർ അല്ല, അതിൻ്റെയൊക്കെ കൊണ്ടാണ് എൻ്റെ സ്കിന്നിൽ നല്ല മാറ്റമുണ്ടേ. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നുകൊണ്ടാണ് ഗൈസ് ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തത്. കോഫീൻ്റെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്തത്. ഒരു പെർഫ്യൂമിൻ്റെ മണമാണ് ഗൈസ്, ഇതിനൊരു പെർഫ്യൂമിൻ്റെ മണമാണ്. അപ്പോൾ ഇത് നല്ലൊരു ബോഡി ലോഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പെർഫ്യൂമിൻ്റെ മണമാണ്. അപ്പോൾ ഞാനിങ്ങനെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കും. കുളിച്ചിട്ട് വന്നില്ലെങ്കിലും രാത്രിയാകുമ്പോൾ ഞാനൊരു ബോഡി ലോഷന് നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. ഞാൻ ബോഡിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം ഞാൻ പറയാറില്ല, നമ്മുടെ സ്കിൻ നോക്കുന്ന പോലെ തന്നെ നമ്മൾ എന്തും നോക്കണം. നമ്മുടെ ബോഡിയും നോക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ സ്കിന്ന് മാത്രമല്ല, നമ്മുടെ ബോഡി ഫുള്ളും നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ നോക്കാൻ പഠിക്കണം. ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ദിവസം നല്ലപോലെ വെള്ളം കുടിക്കണം. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് വെള്ളമൊക്കെ സ്കിപ്പ് ചെയ്യും. പക്ഷേ നിങ്ങൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് വെള്ളം നിങ്ങൾ കുടിക്കണം. കുടിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ഈ നോമ്പ് പിടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു പണിയാണ്, വെള്ളം കുടിച്ചൊരു അരമണിക്കൂറാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് എന്തെടുക്കും, മാറിക്കിടന്നുറങ്ങും. കാരണം ഒന്നും കഴിക്കാനൊന്നും. പക്ഷെ നമ്മുടെ ഉള്ളിൽ വെള്ളം ചെന്നിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം.
ഇപ്പോൾ നോമ്പ് പിടിച്ചതിന് കൂടുതൽ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ഈ കലക്കിയ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം കുടിക്കാനുള്ള കാര്യം നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ശേഷം ഗൈസ് ഞാൻ ചെയ്യുന്ന സാധനമാണ് ഈ അണ്ടർ ഐ ക്രീം. ഇതാണ്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാം മാത്രം തീർന്നിട്ടുണ്ട്. കാരണം ഇത് എനിക്ക് ഈ എക്സാം ടൈമിൽ ആവശ്യമാണ്. ഇത് എക്സാം ടൈമിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ കണ്ണെല്ലാം കറുത്ത് കരിവാളിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ അണ്ടർ ഐ ക്രീം എപ്പോഴും യൂസ് ചെയ്യും എക്സാം ടൈമിൽ. കാരണം ഞാൻ വെളുപ്പിനെ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ആയിരിക്കും ഞാൻ ഇരുന്ന് പഠിക്കുന്നത്. അപ്പം എനിക്കിത് ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് അണ്ടർ ഐ ക്രീമൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം എപ്പോഴും നമ്മുടെ സ്കിന്നിന് എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു കാര്യം നമുക്ക് സ്കിന്നിന് പ്രശ്നം വരുന്നതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഈ സ്കിന്നിൻ്റെ മരുന്നിനാണ് ഏറ്റവും കൂടുതൽ വില അല്ലേ. നമ്മുടെ സാധാരണ ഒരു മരുന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിൽക്കുന്ന സ്കിന്നിൻ്റെ മരുന്നാണ്. അപ്പം നമ്മൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ട്രീറ്റ് ചെയ്യുക, മരുന്ന് ചെയ്യുക. അതുപോലെ തന്നെ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ സ്കിന്ന് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകുക. അതുപോലെ തന്നെ സൺസ്ക്രീമും അപ്ലൈ ചെയ്യുക. ഇപ്പം തന്നെ ഭയങ്കര ചൂടാണ് ഗൈസ്. അപ്പം സൺസ്ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. നോമ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യണേ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. ടാറ്റാ.